നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാനൊരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല, ഞാനൊരു വ്യവസായിയാണ്. ഇപ്പോഴും ഒരു വ്യവസായി തന്നെയാണത്. പക്ഷെ നമ്മുടെ ഈ കേരളം ഇതുപോലെ നശിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരാൻ നിർബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അന്ന് എൻ്റെ ഉദ്ദേശം ചുരുങ്ങിയത് ഒരു നാടെങ്കിലും, ഒരു ഗ്രാമമെങ്കിലും ഒരു മാതൃകാ ഗ്രാമമാക്കി മാറ്റി ഈ നാടിനെ നശിപ്പിച്ചവരോട് വിളിച്ചു പറയണം, ഇതും ഈ കേരളത്തിൽ സാധ്യമാണ് എന്നുള്ള ആ ഒരു നിലപാടിലാണ് ഞാനത് തുടങ്ങി വെച്ചത്. അങ്ങനെ ഞങ്ങൾ കിഴക്കമ്പലം പഞ്ചായത്ത്, സമീപ പഞ്ചായത്തുകൾ, 4 പഞ്ചായത്തുകളിലെ ഒരു മോഡൽ വികസനം ഞങ്ങൾ നടപ്പിലാക്കി. അങ്ങനെ വന്നപ്പോഴാണ് അത് എന്തുകൊണ്ട് ഈ കേരളത്തിൽ എമ്പാടും 942 പഞ്ചായത്തുകളിലും നടപ്പിലാക്കിക്കൂടാ എന്നുള്ള ഒരാശയം എൻ്റെ മനസ്സിലുദ്ദേശിച്ചു. അതിനുവേണ്ടി ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അപകടം തിരിച്ചറിഞ്ഞ ഇവിടുത്തെ LDFും UDFും ഒന്നിച്ചു ചേർന്ന് എന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ എൻ്റെ ലക്ഷ്യം പൂർത്തിയാകണമെങ്കിൽ ഇന്ന് ഇന്ത്യ വികസിച്ച പോലെ, ഇന്ന് നമുക്കറിയാം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾ 8 വരിയും 10 വരിയും 12 വരി പാതയെല്ലാം നടപ്പിലാക്കുമ്പോൾ കേരളം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണത്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളുടെ ഒപ്പം തന്നെ കേരളവും തലയുയർത്തി നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യയെ ഈ നിലയിലേക്ക് എത്തിച്ച മോഡി സർക്കാരിനോടൊപ്പം NDAയോടൊപ്പം നിന്നാൽ മാത്രമാണ് അത് സാധ്യമാകൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ NDA ചേരാൻ തീരുമാനിച്ചതും ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നതും. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്നിവിടെ മറ്റു രാഷ്ട്രീയക്കാരെ പോലെ എന്തെങ്കിലും ഒരു പ്രകടന പത്രിക കൊണ്ടുവന്ന് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു രാഷ്ട്രീയമല്ല. നമ്മുടെ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ, ഇന്നത്തെ യുവതലമുറ എന്താണോ ആഗ്രഹിക്കുന്നത്, ലോകം വളരുന്നതിനോടൊപ്പം, ടെക്നോളജി വളരുന്നതിനോടൊപ്പം ഈ കേരളത്തെ മാറ്റി കൊണ്ടുവരിക എന്നുള്ളതാണത്. നമ്മളിപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പിണറായി സർക്കാരിനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെയും ഇവിടെ വികസനങ്ങളെല്ലാം നടക്കുന്ന വിവാദങ്ങളാണത്. ഒരു വിവാദം തീരുമ്പോൾ വേറൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവരിക. അപ്പോൾ വികസനത്തെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല, ജനങ്ങളുടെ പ്രശ്നങ്ങളെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല. അതിൽ നിന്നൊരു മാറ്റം വരണം. അപ്പോൾ നമുക്ക് വികസനം മുന്നോട്ട് കണ്ടുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് 2020 എന്ന പാർട്ടി 3-4 പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി പ്രൂവൺ ചെയ്ത ഒരു സംവിധാനം, അത് ആ ഭരണ സംവിധാനം കേരളമെമ്പാടും നടപ്പാക്കുക. അതോടൊപ്പം തന്നെ മോഡി സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിരിക്കുന്ന വികസന കാഴ്ചപ്പാട്. അപ്പോൾ ഇത് രണ്ടും കൂടി കോമ്പിനേഷൻ വരുന്ന സമയത്ത് കേന്ദ്ര സഹായത്തോടു കൂടിയിട്ട് നമുക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളതാണത്. അപ്പം നമ്മൾ ഇതിനെ ഒരു രാഷ്ട്രീയപരമായിട്ട് കാണുന്നതിനേക്കാൾ ഉപരി നമ്മുടെ കേരളത്തിൻ്റെ ഭാവി, കേരളത്തിൻ്റെ വളർച്ച, വളർന്നു വരുന്ന കുട്ടികളുടെ ഭാവി, അതാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. അപ്പോൾ വിവാദങ്ങളിലേക്ക് ഇതിനെ വലിച്ചഴയ്ക്കാതെ ഈ ഒരു കോമ്പിനേഷനിൽ ഈ കേരളത്തിനുണ്ടാകാൻ പോകുന്ന മാറ്റം എന്താണ്, കേരളം എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത് എന്നതായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം പരമ്പരാഗതമായിട്ട് ഇവിടുത്തെ LDFും UDFും കൊണ്ടുവരുന്ന ഒരു വികസന കാഴ്ചപ്പാടല്ല, ഒരു പ്രകടന പത്രികയല്ല ഞങ്ങൾ കൊണ്ടുവരുന്നത്. എന്താണോ കേരളത്തിന് വേണ്ടത്, ഇവിടുത്തെ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അവരുടെ ക്ഷേമം 100% ഉറപ്പാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ വികസനം, അതായത് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു സംസ്ഥാനമാക്കി കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരിക, അതാണ് ഞങ്ങളുടെ പ്രോമിസ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും ഈ കേരളത്തിനറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഞങ്ങൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരായിട്ട് ജനിച്ചു വളർന്നവരല്ല, രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരുമല്ല. ഞങ്ങളൊക്കെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഏതാണ്ട് 6 കോടി രൂപയുടെ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരാളാണത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ സമൂലമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവന്നിട്ട് ഇവിടെ കഷ്ടപ്പാടനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള ആ ഒറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. അതിൽ
തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെയും അതുപോലെ തന്നെ ഹോം മിനിസ്റ്ററുടെയും ഇവിടെയെല്ലാം മുഴുവൻ സപ്പോർട്ട് ഈ കേരളത്തിന് വേണ്ടിയിട്ട് തരാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നമ്മളെ ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ശ്രമത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.